ഹലോ കൂട്ടുകാരെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന NDPS ആക്ടിനെ കുറിച്ചാണ്. നിങ്ങൾക്കറിയാം, CPO, WCPO, പോലീസ് ഡ്രൈവർ, IRB എന്നീ തസ്തികൾക്കും പിന്നെ CEO അല്ലെ, സിവിൽ എക്സൈസ് ഓഫീസറിനും വരുന്ന ഒരു ടോപ്പിക്കാണ് NDPS ആക്ട്. വളരെ നമ്മൾ ഒരുപാട് ഇതിന് 2 മാർക്കാണ് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നത്. ഏതെങ്കിലും ഒരു സെക്ഷനും അതിന്റെ ശിക്ഷയായിരിക്കും ചോദിക്കുന്നത്, അല്ലെങ്കിൽ 2 സെക്ഷൻ ചോദിക്കാം, അല്ലെങ്കിൽ അതിൽ 2 ചെറിയ കീ ടോപ്പിക് ഉണ്ട്. അങ്ങനെ വളരെ ലിമിറ്റഡ് ആയിട്ട് ഒരു 15-20 മിനിറ്റ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ കൊണ്ട് പഠിച്ചു തീർക്കാവുന്ന ഒരു ഏരിയയാണ്. നമ്മൾ ഈ സ്ഥാനത്ത് BNSും BNSS ഒക്കെ ഒരുപാട് പഠിക്കാൻ കിടപ്പുണ്ട് അല്ലേ. അപ്പൊ ഇത് വളരെ എളുപ്പത്തിൽ പഠിക്കുന്ന വേണ്ടിയിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പം കുറച്ച് എളുപ്പം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ എപ്പോഴും പാടുള്ള മാത്രം എടുക്കാതെ ഒരു എളുപ്പമുള്ള സെക്ഷനുകൾ പറയുന്നത്. പിന്നെ ഇതിൽ ഒരുപാട് കോഡൊക്കെ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഈ കോഡെന്ന് പറയുന്നത് ബ്ലെൻഡർ കോഡുകളെന്ന് വേണമെങ്കിൽ പറയാം, പക്ഷെ ഒരു ടാക്ടിക്കായ രീതിയിൽ ഉദ്ദേശിക്കുകയാണെങ്കിൽ നല്ല കോഡുമായിരിക്കും. എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മൾ ഏതൊരു സ്പെഷ്യൽ ടോപ്പിക്കിലും ഒന്നാമത്തെ ഫസ്റ്റ് ചാപ്റ്ററിൽ ഫസ്റ്റ് സെക്ഷൻ എപ്പോഴും പറയുന്നത് അതിന്റെ ചുരുക്കപ്പേര് NDPS ആക്ട് എന്താണ്, നർക്കോട്ടിക്സ് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ട് എന്നാണ് പറയുന്നത്. അപ്പം 1985 കൂടെ ഉണ്ട് കേട്ടോ, അതിന്റെ കൂടെ 1985 ഇത് വന്ന വർഷം കൂടെ പറയുന്നുണ്ട് ആ ചുരുക്കപ്പേരിൽ. അപ്പൊ ഇതിന്റെ ചുരുക്കപ്പേര്, ഇതിന്റെ വ്യാപ്തി ഷോർട്ട് ടൈറ്റിൽ എന്നാണ് പറയുന്നത്. ചുരുക്കപ്പേര് ഷോർട്ട് ടൈറ്റിൽ, അതേപോലെ അതിന്റെ വ്യാപ്തി, പിന്നെ പ്രാരംഭം, ഒരു തുടക്കമല്ലേ, അതെല്ലാം പറയുന്നത് ഫസ്റ്റ് ചാപ്റ്ററിലെ ഫസ്റ്റ് സെക്ഷനിലാണ്. അപ്പൊ അതിൽ പറയുന്ന ഫസ്റ്റ് NDPS ആക്ട് 1985 എന്ന് എടുത്ത് പറയുന്നത് ഒന്നാമത്തെ സെക്ഷനിലാണ്, ഒന്നാമത്തെ ചാപ്റ്ററിലെ ഒന്നാമത്തെ സെക്ഷനിൽ. ഓക്കെ, ഒന്നാമത്തെ ചാപ്റ്ററിലാണ് ഒന്നാമത്തെ സെക്ഷൻ വരുന്നത്. സെക്ഷൻ മാറുന്നതനുസരിച്ച് ചാപ്റ്ററിൽ വ്യത്യാസം വരും. ഇത് വ്യാപ്തി ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തും ഇത് ബാധകമാണ്, കൂടാതെ പുറത്തുള്ള ഇന്ത്യൻ പൗരന്മാർക്കും ഇത് ബാധകമാണ്. പുറത്തിരുന്ന് ഇങ്ങനെയുള്ള ഐറ്റംസ് ഉപയോഗിക്കുന്നതായിട്ട് അവർ സോഷ്യൽ മീഡിയ വഴി പരസ്യം ചെയ്തു കഴിഞ്ഞാൽ അവർ ഇന്ത്യയിൽ എത്തുമ്പോൾ പ്രശ്നമാകും. ഇനി ഇതിന്റെ വ്യാപ്തി, അതായത് ഇന്ത്യയിലുള്ള ഗതാഗത മാർഗങ്ങളായ കപ്പലുകൾ, വിമാനങ്ങൾ, ഇതിൽ സഞ്ചരിക്കുന്നവർക്ക് ഇത് എന്താണ്, ലീഗലല്ല, പ്രശ്നമാണ്, ബാധകമാണ്. അതായത് ഇപ്പൊ കാനഡയിലൊക്കെ MDMA കഞ്ചാവൊക്കെ യൂസ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ആ കാനഡയിലുള്ള ആള് ഇന്ത്യയിൽ വരുന്ന കപ്പലിലോ അല്ലെങ്കിൽ വിമാനത്തിലോ വെച്ച് ഇത് ഉപയോഗിച്ച് അയാൾ കാനഡക്കാരനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്ത്യയിലെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഈ ഒരു ഗതാഗത സൗകര്യത്തിൽ ഈ ഒരു കാര്യം ചെയ്താലും അത് ഇന്ത്യയിൽ വെച്ച് ചെയ്ത പോലെ ആവും. അതാണ് ഈ വ്യാപ്തി കൊണ്ട് പറയുന്നത്. പിന്നെ ഇതിന്റെ തുടക്കത്തെ കുറിച്ച് പറയുന്ന കാര്യമാണ്. അപ്പൊ ഷോർട്ട് ടൈറ്റിൽ, വ്യാപ്തി, ചുരുക്കപ്പേര്, പിന്നെന്താണ് പ്രാരംഭമൊക്കെ പറയുന്നത് ഒന്നാമത്തെ സെക്ഷനിലാണ്. ഇനി 25ാമത്തെ സെക്ഷൻ പഠിക്കാൻ വേണ്ടി റൂം നമ്പർ 25 എന്ന് പഠിക്കണം. റൂം നമ്പർ 25 എന്ന് പറയുന്നത് ഒരു റൂമിന്റെ നമ്പർ 25. വേറെ തെറ്റിദ്ധാരണയൊന്നും വേണ്ട. 25ാമത്തെ സെക്ഷനിലോട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ്. സ്ട്രീറ്റ് നമ്പർ 19 ഓർമ്മയുണ്ടോ? 19ാമത്തെ BNSലെ സെക്ഷൻ പൊതുവായ ഒഴിവാക്കലിൽ പറയുന്ന കാര്യമാണ്. അതിനെന്താണ് പറയുന്നത്? ഒരു വലിയ ഹാനി തടയാൻ വേണ്ടി ചെയ്യുന്ന ചെറിയൊരു ഹാനിയിൽ നമുക്ക് ഇളവ് ലഭിക്കും, ഉദ്ദേശം നല്ല ശുദ്ധിയാണെങ്കിൽ മാത്രം. ഉദാഹരണം നമ്മൾ അതിൽ പറഞ്ഞതാണ്. ഒരു വീട് ഒരു ചേരിയിൽ, അതാണ് 19th സ്ട്രീറ്റ് അല്ലെങ്കിൽ തെരുവ് എന്ന് ഉദ്ദേശിച്ചത്. ഒരു തെരുവിൽ ഒരുപാട് വീടുകൾ അടുത്തടുത്തുണ്ട്. അതിൽ ഒരു വീട് തീ പിടിച്ച് മറ്റേ 1-2ലേക്ക് പടർന്നുകൊണ്ടിരിക്കുകയാണ്. നടുക്ക ഒരു വീടുണ്ട്. അത് കഴിഞ്ഞ് അടുത്ത വീട് കഴിഞ്ഞ് പിന്നെ 100ഓളം വീടുകളാണ്. അപ്പൊ ഇങ്ങോട്ട് തീ പടരാതിരിക്കാൻ വേണ്ടി നടുക്കൊരു ബ്ലോക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഈ വീട് പൊളിച്ചു മാറ്റുന്ന ഒരു സിറ്റുവേഷൻ. പൊളിച്ചു മാറ്റുന്നതിലൂടെ അവരുടെ വീട് നഷ്ടപ്പെടുകയാണെങ്കിൽ അവരുടെ ഉദ്ദേശശുദ്ധി എന്ന് പറഞ്ഞാൽ ഒരു വീട് തകർത്ത് കഴിഞ്ഞാൽ 100 വീടുകൾ രക്ഷപ്പെടും എന്നൊരു കാര്യം ഉള്ളത് കൊണ്ടാണ് വലിയ ഒരു അപകടം തടയാൻ വേണ്ടി ചെറിയ അപകടം തടയുന്ന ഈ ഒരു കുറ്റകൃത്യത്തിന് അദ്ദേഹത്തെ കുറ്റകൃത്യത്തിൽ നിന്ന് ഒഴിവാക്കപ്പെടും. നല്ല ഉദ്ദേശശുദ്ധിയോടുകൂടി ചെയ്യുന്ന പ്രവൃത്തി ആയതുകൊണ്ട്. അത് 19th സ്ട്രീറ്റ്. അതേപോലെ റൂം നമ്പർ 25 എന്ന് പറയുന്നത് ഒരു റൂമിന്റെ നമ്പർ ഈ 25 സെക്ഷനിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്തുകൊണ്ടാണ് റൂം നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂം നമ്പറിന് കോഡുണ്ട്. നമ്പർ 25 എന്ന് പറയുന്ന റൂമിന്റെ നമ്പർ 25 സെക്ഷൻ. റൂം എന്ന് പറഞ്ഞാൽ റൂം എന്തിനാണ്? നമുക്ക് അഭയം. എവിടെയെങ്കിലും പോയ റൂം എടുക്കുന്നതിന് നമുക്കൊരു അഭയത്തിന് വേണ്ടി. കുറ്റകൃത്യം, ഈ NDPS ആക്ടിലുള്ള ഏതെങ്കിലും ഒരു കുറ്റകൃത്യം ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് അതിൽ പറഞ്ഞിരിക്കുന്ന ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി, MDMA എക്സാമ്പിൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഒരാളെ ഒരു സ്വന്തം ഉടമസ്ഥതയിലുള്ള വീടോ അല്ലെങ്കിൽ വാടകയ്ക്ക് താമസിക്കുന്ന വീടോ അയാൾക്ക് വേണ്ടി കൊടുത്തു കഴിഞ്ഞാൽ, അതിൽ വാഹനം വരാം, മൃഗവും വരാം. ഒരു കാളവണ്ടിയിനകത്ത് ചെയ്താലും ഒരു കാറിനകത്ത് ഇരുന്ന് ചെയ്താലും അതിനൊക്കെ ഒരു അവസരം കൊടുക്കുന്ന ഒരാള്
അപ്പൊ ഞാൻ എന്റെ കൂട്ടുകാരനെ വിളിച്ച് എന്റെ റൂമിനകത്ത് ഇരുത്തി MDMA ഉപയോഗിപ്പിക്കുകയാണ്. പക്ഷെ ഞാൻ ഉപയോഗിക്കുന്നില്ല. പക്ഷെ അവനൊരു അഭയം ഞാൻ കൊടുക്കുന്നു അതിന് വേണ്ടിയിട്ട്, പ്രൊട്ടക്ഷൻ. ആ ചെയ്യുന്നത് കുറ്റകൃത്യമാണ്. അപ്പൊ എന്റെ പേരിൽ വരുന്ന കേസ് ഇത് ഉപയോഗിക്കുമ്പോൾ ഉള്ള കേസ് തന്നെയാണ്. മനസ്സിലായോ? അപ്പൊ അതാണ് ഈ റൂം നമ്പർ എന്ന് പറഞ്ഞാൽ അഭയം 25 സെക്ഷൻ 25 പറയുന്ന കാര്യം. ഇതിൽ പിന്നെ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. അതായത് എന്തുകൊണ്ടാണ് ആ കുറ്റകൃത്യം ചെയ്ത ഒരാൾക്ക് ഒരു പ്രൊട്ടക്ഷനോട് കൂടി റൂം എടുത്ത് ആ റൂമിനകത്ത് അഭയം കൊടുത്ത് ഇത് ഉപയോഗിക്കുന്ന ഒരാളെ കുറ്റക്കാരനാക്കാൻ കാര്യം, അതിന് അവസരം കൊടുത്ത ആളിന് കുറ്റക്കാരനാക്കാൻ കാര്യം എന്ന് വെച്ചാൽ ഇതിന്റെ ഉപയോഗം തടയുക എന്ന ലക്ഷ്യം തന്നെയാണ്. ഓക്കെ, അതിനാണ് ഈ 25 എന്നുള്ള സെക്ഷൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത് ഒരു വാടക വീടാണെങ്കിൽ വാടകക്കാരനും, സ്വന്തം വീടാണെങ്കിൽ സ്വന്തം ആ വീടിന്റെ ഉടമസ്ഥയ്ക്കുമാണ് കേസ് വരുന്നത്. അപ്പൊ ഉപയോഗിക്കുന്നതിനുള്ള സെയിം കുറ്റം തന്നെ വരും. ഇനി 27 നമ്മുടെ റൂം എടുത്ത് ഇതിന് ഉപയോഗിക്കുകയാണ്. സാധാരണ രണ്ടുപേരാണ് ഇത് കോമൺലി ഉപയോഗിക്കുന്നത്, രണ്ടുപേര് മിനിമം. ഒറ്റയ്ക്ക് ഉപയോഗിക്കുന്നവരും ഉണ്ട്, പക്ഷെ എന്നാലും രണ്ടുപേരും ഒന്ന് കൂട്ടായിട്ട് സംസാരിച്ചൊക്കെ ചെയ്യാൻ രസമാണ് എന്നതുകൊണ്ട് ഈ ഒരു ഇങ്ങനെയുള്ള പ്രവൃത്തികൾ ചെയ്യും അല്ലെ. അപ്പൊ 27, 25 റൂം അഭയമെടുത്ത്, റൂം കൊടുത്ത ആളും റൂമിൽ വന്ന ആളും ചേരുമ്പോൾ രണ്ടുപേര്, 25ന്റെ കൂടെ 2 കൂട്ടിയാൽ 27 കിട്ടും. റൂം നമ്പർ 25, രണ്ടുപേർ, ഒരാൾ അതിന്റെ ഓണറും ഉണ്ട്, വരുന്ന കൂട്ടുകാരനും ഉണ്ട്. അപ്പൊ രണ്ടുപേര്, 25 2 കൂട്ടിയാൽ 27 കിട്ടും. 27 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പദാർത്ഥങ്ങൾ, ഇങ്ങനെയുള്ള ലഹരി ഉപയോഗിക്കുന്നതിനുള്ള ശിക്ഷയെ കുറിച്ച് പറയുന്നു. ലഹരി ഉപയോഗിക്കുന്നതിനുള്ള ശിക്ഷയെ കുറിച്ച് പറയുന്നു. ഇതിൽ ഗവൺമെന്റ് വിജ്ഞാപന പ്രകാരം ഇറക്കിയിട്ടുള്ള സബ്സ്റ്റൻസ് ആണെങ്കിൽ, അങ്ങനെയുള്ള പദാർത്ഥങ്ങളാണ് അവർ ഉപയോഗിക്കുന്നതെങ്കിൽ, എക്സാമ്പിൾ കൊക്കെയിൻ, അങ്ങനെയുള്ള കൊക്കെയിൻ ഉണ്ട്, പിന്നെ ഒന്നും കൂടെ ഉണ്ട് ഞാൻ പറയാം. കൊക്കെയിൻ, മോർഫിൻ, ഡൈ അസറ്റൈൽ മോർഫിൻ തുടങ്ങിയ പദാർത്ഥങ്ങളോ അല്ലെങ്കിൽ ഗവൺമെന്റ് വിജ്ഞാപനത്തിൽ ഇറക്കിയിട്ടുള്ള പദാർത്ഥങ്ങളോ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ശിക്ഷ 1 വർഷം, 1 ഇയറും 20,000 രൂപയും പിഴ ലഭിക്കും. 1 വർഷം വരെയുള്ള കഠിന തടവാണ്. പഠിച്ചോണം, കഠിന തടവോ അല്ലെങ്കിൽ 20,000 രൂപയോ ലഭിക്കാം. ഇനി ഈ പറഞ്ഞിട്ടുള്ള ഈ 3 കൊക്കെയിൻ, മോർഫിൻ, ഡൈ അസറ്റൈൽ മോർഫിൻ തുടങ്ങിയ ഗവൺമെന്റ് വിജ്ഞാപനത്തിലുള്ള ഈ ലഹരി പദാർത്ഥങ്ങൾ അല്ലാതെയുള്ള ഏതെങ്കിലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കണമെങ്കിൽ ഇതുകൂടെ ചെറിയ ശിക്ഷ ലഭിക്കൂ. ഇതിന് നേരെ പകുതി, 6 മാസവും 10,000 രൂപ പിഴയും ലഭിക്കും. 6 മാസം അല്ലെങ്കിൽ 10,000 രൂപ പിഴയും ലഭിക്കും. ഓക്കെ, അതാണ് 27 പറയുന്നത്. റൂൾ നമ്പർ 25 അഭയം കൊടുത്തു, അത് നമുക്ക് കോഡുണ്ട്. അതിൻ്റെ കൂടെ 2 അഭയം കൊടുത്ത ആളും അഭയം കൊടുക്കാൻ വേണ്ടി അവന്റെ കൂട്ടുകാരനും ചേർത്ത് 2 പേര്. അപ്പൊ 25ന്റെ കൂടെ 2 കൂട്ടി 27 കിട്ടും. അവൻ ലഹരി ഉപയോഗിക്കുന്നതിനുള്ള ശിക്ഷയെ കുറിച്ച് പറയുന്നു. 2 തരത്തിലുണ്ട്. ആ പറയുന്ന 3 പദാർത്ഥങ്ങളോ അല്ലെങ്കിൽ ഗവൺമെന്റ് വിജ്ഞാപനത്തിലുള്ള സാധനങ്ങളോ ആണെങ്കിൽ 1 വർഷം കഠിന തടവ്. അപ്പോൾ 1 വർഷം കഠിന തടവും ലഭിക്കും. ഓക്കെ, പിന്നെ അതേപോലെ 20,000 രൂപ പിഴയും ലഭിക്കും. പിന്നെ അതിന് താഴെ ഉള്ളതാണെങ്കിൽ 6 മാസം വരെ തടവും 10,000 രൂപ പിഴയും ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ 28 എന്ന് പറയുന്നത് ഇതിനു വേണ്ടി ശ്രമിക്കുന്ന ഒരാൾ, ഒരുത്തം വന്ന് ഇത് ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന, ഇതിനുള്ള ലഹരി ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അങ്ങനെ കോഡ് 25 എന്ന് പറയുന്ന സ്ഥലം 2 പേരും കൂടെ ചേരുമ്പോൾ 27 ഉപയോഗിക്കുമ്പോഴുള്ള ശിക്ഷയെ കുറിച്ച് പറയുന്നു. 28 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ 3ാമത് ഒരുത്തനെ അവൻ വിളിച്ചു വരുത്തിയാണ്, അവൻ വന്ന് കയറുമ്പോഴത്തേക്കുള്ള ശിക്ഷ. അവ ഉപയോഗിച്ചില്ലെങ്കിൽ ഉപയോഗിക്കാൻ വേണ്ടി അവന്റെ ടെൻഡൻസി, താല്പര്യത്തെ, ആ ശ്രമത്തെ എല്ലാം കുറ്റകൃത്യമായിട്ട് കാണുന്നു. അതിൽ കിട്ടുന്ന ശിക്ഷ എത്ര എന്നത് ഉപയോഗിക്കുന്നത് അതേ ശിക്ഷ തന്നെ ലഭിക്കുന്നത്. ഓക്കെ, ഇനി 3, 28 വീണ്ടും 3 കൂടിയാൽ, 25 3 കൂടിയാൽ 28 വരെ നമ്മൾ പഠിച്ചു. അതിൻ്റെ കൂടെ വീണ്ടും 3 കൂടിയാൽ 31ാം സെക്ഷൻ വരും. ഒരു തവണ ഇങ്ങനത്തെ NDPS ആക്ടിൽ ശിക്ഷിക്കപ്പെട്ട ഏതെങ്കിലും ഒരു വ്യക്തി, വീണ്ടും ആ കുറ്റകൃത്യം ചെയ്യണമെങ്കിൽ ആ കുറ്റകൃത്യത്തിനുള്ള സെയിം പണിഷ്മെന്റ്, ശിക്ഷ തന്നെ ലഭിക്കും. ഇവ എന്നിട്ട് വീണ്ടും ശിക്ഷ കഴിഞ്ഞ് ഇറങ്ങിയിട്ട് വീണ്ടും ചെയ്യണമെങ്കിൽ 1.5 ഇരട്ടി ശിക്ഷ കിട്ടും. 1.5 ഇരട്ടി ശിക്ഷ കിട്ടും. അതായത് ഈ കേസിന് ഭാഗമായിട്ട് കിട്ടാവുന്ന പരമാവധി ശിക്ഷയുടെ 1.5 ഇരട്ടി ശിക്ഷ ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, ഇനി 31A, ഇത്തിരി ടൈറ്റ് വിഷയം കേസാണ്. കാരണം ഈ കുറ്റകൃത്യങ്ങളുടെ ശിക്ഷയിൽ പരമാവധി വധശിക്ഷ വരെ ലഭിക്കാവുന്ന കുറ്റകൃത്യമാണ്. 31A എങ്ങനെ കണക്ട് ചെയ്യാം? 31A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇവിടെ ഒരു വര വരൂലേ, ഈ വര കഴുത്തിനുള്ള തൂക്കുകയറാണെന്ന് ആലോചിച്ചാൽ മതി. 31A എന്ന് പറയുന്നതിൽ ഇങ്ങനെ ഇടുന്ന വര, ഇങ്ങനെ ഇടുന്ന ഈ വര കഴുത്തിലുള്ള തൂക്കുകയറാണെന്ന് ആലോചിച്ചാൽ മതി. 31A ആണെങ്കിൽ നമുക്ക് തൂക്കുകയറ് വീഴും എന്നൊരു കാര്യം ആലോചിച്ചാൽ മതി. വധശിക്ഷ ലഭിക്കുന്നതായിരിക്കും. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 സെക്ഷൻ ഉണ്ട്: 19, 24, 27A. NDPS-ലെ 19, 24, 27A പ്രകാരമുള്ള കുറ്റകൃത്യങ്ങൾ നമ്മൾ ഉൾപ്പെടുകയാണെങ്കിൽ, അതിൽ പറഞ്ഞിരിക്കുന്ന കുറ്റകൃത്യങ്ങൾ നമ്മൾ ചെയ്യുകയാണെങ്കിൽ 31A പ്രകാരം വധശിക്ഷ വരെ നമുക്ക് ലഭിക്കാവുന്നതായിരിക്കും. എപ്പോഴാണ് ഇത് റിപ്പീറ്റ് ചെയ്യുമ്പോൾ? റിപ്പീറ്റ് ആയിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ജസ്റ്റ് പറഞ്ഞുതരാം.
31(a) മുൻ ശിക്ഷയ്ക്ക് ശേഷമുള്ള ചില കുറ്റകൃത്യങ്ങൾക്കുള്ള പരമാവധി വധശിക്ഷ വരെയുള്ള കാര്യങ്ങളാണ് 31(a) പറയുന്നത്. എക്ക് തൂക്കുകയറ് വീഴുന്നു. എക്ക് ഈ വീഴുന്നത് തൂക്കുകയറാണ്. ഓക്കെ. പിന്നെ ഇത് പറയുന്ന കാര്യം എന്ന് വെച്ചാൽ സെക്ഷൻ 19, 24, 27(a) എന്നിവ പ്രകാരമോ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും വാണിജ്യ ശ്രമങ്ങളോ ഈ NDPS ആക്ടുമായിട്ട് ബന്ധപ്പെട്ട് ഇതൊക്കെ വയ്ക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന കുറ്റകൃത്യങ്ങളാണ്. വാണിജ്യവുമായിട്ട് ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് പരമാവധി വധശിക്ഷ വരെ ലഭിക്കുന്നത് 31(a) ഇട്ട് കഴിഞ്ഞാൽ വധശിക്ഷ ലഭിക്കും. അതുവരെ ലഭിക്കാം. 37 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ 3 സെക്ഷനുകളിൽ വരുന്ന കാര്യങ്ങളിൽ ഒരു പരിപാടി നടക്കൂല. ഇത് കോഗ്നിസബിൾ ആണ്. കോഗ്നിസബിളും അതേപോലെ നോൺ ബെയിലബിളും ആണ്. എങ്ങനെ പഠിക്കാം? 37 കോഡ് ഉണ്ടല്ലോ. 37 എന്ന് പറഞ്ഞാൽ 36 വയസ്സാണ് സാധാരണ കുറെ പേരുടെയൊക്കെ PSC പ്രായം 36 ആണ്. 37 ആയി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് PSC എഴുതാനും പറ്റൂല, ഒന്നും ചെയ്യാൻ പറ്റൂല, ഒന്നും പറ്റാത്ത അവസ്ഥ. കോഗ്നിസബിൾ ആണ്. കോഗ്നിസബിൾ എന്നാൽ വാറണ്ട് പോലും വേണ്ട അറസ്റ്റ് ചെയ്യാൻ, ഒന്നും ചെയ്യാൻ പറ്റൂല. നോൺ ബെയിലബിൾ, ജാമ്യവും കിട്ടൂല. അപ്പൊ ഒന്നും ചെയ്യാൻ പറ്റിയ സിറ്റുവേഷൻ ആണ് 37. 37 വയസ്സായി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ PSC അയക്കാനും എഴുതാനൊന്നും പറ്റൂല, ജോലി വാങ്ങാൻ പറ്റൂല. എല്ലാവർക്കും അല്ല, ഒരു ഭൂരിഭാഗം ജനറൽ ആയിട്ടുള്ള ആൾക്കാർക്ക് അല്ലെ. അപ്പം അതാണ് 36 പ്രായപരിധി. അപ്പൊ 36 കഴിഞ്ഞു കഴിഞ്ഞാൽ 37 ആയി കഴിഞ്ഞാൽ നമുക്ക് ഒന്നിനും പറ്റൂല. അപ്പൊ അത് നോൺ കോഗ്നിസബിളും നോൺ ബെയിലബിളും ആണ്. ജാമ്യം കിട്ടൂല, വാറന്റ് ഇല്ലാതെ അറസ്റ്റ് വരിക്കേണ്ടിയും വരും എന്നൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ 37 കിട്ടും. അപ്പൊ ഈ പ്രകാരമുള്ള കുറ്റകൃത്യങ്ങൾക്കൊക്കെ ജാമ്യവും കിട്ടൂല, അതെല്ലാം വാറന്റ് കൂടാതെ വലിയ കേസുകളാണ് പോലീസിന് ഡയറക്റ്റ് അറസ്റ്റ് ചെയ്യാൻ പറ്റും എന്ന കാര്യമാണ് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഇതിനൊക്കെ വാറന്റ് ജാമ്യം കിട്ടും. കോടതിയിൽ നമ്മളത് നിരപരാധിയാണെന്ന് അത്രത്തോളം തെളിഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിധി വരെയൊക്കെ കിട്ടും. വളരെ ചാൻസ് കുറവുമാണ്, പരിമിതി ലിമിറ്റ് ഉണ്ടായില്ല. ഇനി 19 എന്താണെന്ന് പഠിക്കണം. 19ാമത്തെ സെക്ഷൻ എന്ന് പറഞ്ഞാൽ NDPS, ഞാൻ ഒരു സർക്കാരുമായിട്ട് ഉള്ള ഒരു കരാറുകാരനാണ്. കരാറ് പ്രകാരം എനിക്ക് കഞ്ചാവ് അല്ലെങ്കിൽ കഞ്ചാവ് ഉൽപ്പാദിപ്പിക്കാൻ മെഡിക്കൽ പർപ്പസിന് വേണ്ടി, സർക്കാരിന്റെ മെഡിക്കൽ പർപ്പസിന് വേണ്ടി കഞ്ചാവ് ഉൽപ്പാദിപ്പിക്കാൻ അനുമതിയുള്ള വ്യക്തിയാണ് ഞാൻ. എന്റെ ഉൽപ്പാദിപ്പിക്കുന്ന കഞ്ചാവിൽ ഗവൺമെന്റ് ആവശ്യത്തിന് വേണ്ടി കൊടുക്കാതെ അത് അനധികൃതമായി ഉപയോഗിച്ചു കഴിഞ്ഞാൽ, എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ലഭിക്കുന്ന ശിക്ഷയാണ് 1 വർഷം മുതൽ 2 വർഷം വരെയുള്ള, അങ്ങനെയല്ല, 10 വർഷം മുതൽ 20 വർഷം വരെയുള്ള തടവ്, കഠിന തടവും, ഇനി 1 ലക്ഷം രൂപ തൊട്ട് 2 ലക്ഷം വരെയുള്ള പിഴ ശിക്ഷയും ലഭിക്കും. 10 തൊട്ട് 20 വർഷം വരെ കഠിന തടവും 1 ലക്ഷം തൊട്ട് 2 ലക്ഷം വരെ പിഴ ശിക്ഷയും ലഭിക്കും. ഈ ശിക്ഷ തന്നെയാണ് 24ലും 27(a)ലും. 19, 24, 27(a) നമ്മൾ ഒരു സെറ്റ് ആയിട്ടാണ് പഠിക്കുന്നത്. 31(a)ലും പറയുന്നുണ്ട്, 37ലും പറയുന്നുണ്ട്. അപ്പൊ അതിനെല്ലാം ശിക്ഷ ഒന്ന് തന്നെ. 10 തൊട്ട് 20 വർഷം വരെ കഠിന തടവ്, 1 ലക്ഷം തൊട്ട് 2 ലക്ഷം രൂപ വരെ പിഴ ശിക്ഷയും ലഭിക്കുന്നതായിരിക്കും. ഓക്കെ. ഇനി 24 പറയുന്ന കേസ്. 24 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങൾ 24 എന്ന് പറയാം. സെയിം ശിക്ഷ തന്നെയാണ് ഇവിടെ പറഞ്ഞ, സെയിം ശിക്ഷ തന്നെയാണ്. അപ്പം ഈ കേന്ദ്ര സർക്കാരിന്റെ അനുമതി ഇല്ലാതെ ഇന്ത്യക്ക് വെളിയിൽ ഉള്ള ഒരു ഫോറിനേഴ്സുമായിട്ട്, ഫോറിൻ ആയിട്ടുള്ള ഡ്രഗ് നമ്മൾ വ്യാപാരത്തിൽ ഏർപ്പെടുകയോ, ഫോറിൻ ആയിട്ടുള്ള ഒരാളുമായിട്ട് ഡ്രഗിന്റെ കച്ചവടത്തിൽ ഏർപ്പെടുകയോ, NDPS-ലുള്ള ഏതെങ്കിലും പദാർത്ഥങ്ങളുടെ കച്ചവടത്തിൽ ഏർപ്പെടുകയോ ചെയ്താൽ സെക്ഷൻ 24 പ്രകാരം ഈ ശിക്ഷ തന്നെ ലഭിക്കും. 10 to 20 പ്രകാരം 10 to 20 വർഷം കഠിന തടവും 1 ലക്ഷം തൊട്ട് 2 ലക്ഷം രൂപ വരെ പിഴയും ലഭിക്കുന്നതായിരിക്കും. 27(a) എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലഭിക്കുന്നതെന്ന് വെച്ചാൽ അനധികൃതമായിട്ട് നമ്മൾ ലഹരിക്കടത്തിൽ വാണിജ്യം ചെയ്യുന്നതിൽ അഭയം നൽകി, ധനസഹായമോ എന്തെങ്കിലും അഭയമോ നൽകുകയാണെങ്കിൽ, എന്തെങ്കിലും ഒരു സഹായം ചെയ്യുകയാണെങ്കിൽ, ഒരു ലഹരി കടത്തുവാൻ വേണ്ടിയിട്ട്, ലഹരിയുടെ വാണിജ്യത്തിന് വേണ്ടി എന്തെങ്കിലും ഒരു സഹായം ചെയ്യുകയാണെങ്കിൽ 27(a) പ്രകാരം കുറ്റക്കാരനാണ്. ഈ സെയിം ശിക്ഷ 10 തൊട്ട് 20 വർഷം വരെ കഠിന തടവും 1 ലക്ഷം തൊട്ട് 2 ലക്ഷം രൂപ വരെ പിഴയും ലഭിക്കാവുന്ന കുറ്റകൃത്യമാണ്. അപ്പൊ ഇനി നമുക്ക് പഠിക്കാനുള്ളത് 68F-ഉം 68C-യും കൂടെ ആകുമ്പോൾ കാര്യം തീരും. 68F എന്ന് പറഞ്ഞാൽ ഫണ്ട് എന്ന കാര്യം ആലോചിച്ചത്, ഫണ്ടാണെന്ന് ആലോചിച്ചത്. F കണക്ട് ചെയ്യാം. 68F എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനധികൃതമായിട്ട് നമ്മൾ സ്വത്ത് സമ്പാദിച്ചു കഴിഞ്ഞാൽ, അനധികൃതമായിട്ട് നമ്മൾ ഈ NDPS ആക്ടിലുള്ള കുറ്റകൃത്യങ്ങൾ വഴി സ്വത്ത് സമ്പാദിച്ചു കഴിഞ്ഞാൽ, ഒരാൾ റോളക്സിന് എടുത്തു കഴിഞ്ഞാൽ, റോളക്സ് 68F ആണെന്ന് ആലോചിച്ചാൽ മതി. ഇങ്ങനെയുള്ള ഡ്രഗ്സ് വിറ്റ് പൈസ ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ നമ്മൾ സമ്പാദിച്ച സ്വത്തുക്കൾ ഗവൺമെന്റ് കണ്ടുകെട്ടുകയും അല്ലെങ്കിൽ മരവിക്കുകയും ചെയ്യും. മരവിപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലുള്ള കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് ഇതിന്റെ അത്രയും കാലത്തേക്ക് അത് ഒന്നും സെയിൽ ചെയ്യാനോ ഒന്നും പറ്റൂല. അങ്ങനെ തന്നെ വെറുതെ കിടക്കും. ഒരു വീട് സമ്പാദിച്ച ആളാണെങ്കിൽ ആ വീട് അങ്ങനെ തന്നെ കിടക്കും, ഉപയോഗിക്കാനോ അതേപോലെ ഒരാൾക്ക് വിൽക്കാനോ ഒന്നും പറ്റൂല. ഓക്കെ. 68F-ൽ അതാണ് പറയുന്നത്, അനധികൃതമായ വസ്തുക്കളുടെ കണ്ടുകെട്ടലിനാണ് പറയുന്നത്. 68C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 68C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആക്ട് പ്രകാരമുള്ള വ്യക്തി
അറസ്റ്റ് ചെയ്ത ശേഷം 6 വർഷത്തിനകത്ത് അത് സീസ് ചെയ്യപ്പെടും. 6 വർഷത്തേക്ക് അത് മരവിച്ച് കിടക്കും. 6 വർഷത്തിനകത്ത് മാക്സിമം 6 വർഷത്തിനകത്ത് അത് കണ്ടുകെട്ട് ഗവൺമെന്റ് പ്രോപ്പർട്ടി ആയിട്ട് കണ്ടുകെട്ടി എടുക്കുക, ഗവൺമെന്റ് അത് ഏറ്റെടുക്കുകയായിരിക്കും ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ 68 F പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള ഇങ്ങനെ ഒരു മരവിപ്പിക്കൽ വന്നു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരവ് 48 മണിക്കൂറിനകത്ത് അതോറിറ്റിക്ക് കൊടുക്കണം. അതോറിറ്റിക്ക് 48 മണിക്കൂറിനകത്ത് കൊടുക്കേണ്ടതാണ്. ഇങ്ങനൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഇത് 30 ഡേയ്സിനകത്ത് 30 ദിവസത്തിനകത്ത് അതോറിറ്റി ഇത് സാങ്ഷൻ ചെയ്താൽ മാത്രമേ ഇത് ഈ ഒരു കേസിന് നിലനിൽപ്പുള്ളൂ, വിലയുള്ളൂ കേട്ടോ. 30 ദിവസം കഴിഞ്ഞതിനകത്ത് അതോറിറ്റി ഇതിനെക്കുറിച്ചൊന്നും ഉത്തരവ് നൽകുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം തള്ളിപ്പോവും, അതിൽ പ്രശ്നം ഉണ്ടാകത്തില്ല. ഓക്കെ, ഇത്തരം കാര്യം ഒന്ന് അറിഞ്ഞു വെച്ചാൽ മതി. ഇനി നമ്മുടെ ഈ CPOയ്ക്കും CPO ഡ്രൈവറിനും IRB WCPO തുടങ്ങിയ പരീക്ഷകൾക്കും +2 ലെവൽ പരീക്ഷകൾക്കും ഈ സ്പെഷ്യൽ ടോപ്പിക്ക് മുഴുവനായിട്ടും അതുപോലെ ഹോട്ട് ടോപ്പിക്കുകൾ GKയുടെ ഹോട്ട് ടോപ്പിക്കുകൾ നമ്മൾ ടെലിഗ്രാം ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയണമെങ്കിൽ താഴത്തെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഒരു ലിങ്ക് ഞാൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് ഡ്രൈവർ ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട്, അങ്ങനെയുള്ളവർക്ക് CPO ഡ്രൈവറിനോ മറ്റ് ഡ്രൈവർ ഉദ്യോഗാർത്ഥികൾക്കോ ആ ലിങ്ക് ഒന്ന് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. അതിൽ ഒരുപാട് മെറ്റീരിയൽസ് ഒക്കെ ലഭ്യമാവും. അതിൽ ഒരുപാട് ഡ്രൈവർ ഉദ്യോഗാർത്ഥികളുള്ള ഒരു ഗ്രൂപ്പാണ്, വാട്സാപ്പ് ഗ്രൂപ്പാണ്. അതൊരു കമ്മ്യൂണിറ്റി ആയിട്ട് നിങ്ങൾക്ക് ഉപകരിക്കപ്പെടും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് ഞങ്ങളുടെ അഡ്മിന്റെ നമ്പറാണ് താഴെ ഈ വീഡിയോയിൽ മുഴുവൻ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നിങ്ങൾ വാട്സാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് അറിയാം. ടെലിഗ്രാം ക്ലാസ്സുകളാണെങ്കിൽ അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ, ശരി, താങ്ക്സ്.